നമസ്കാരം. ASEC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലാബ് അസിസ്റ്റൻ്റ് ഇന്ന് നടന്ന മാത്സിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എളുപ്പമുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. -5 നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പം -5 ഇതിൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറയ്ക്കുന്നത്. നമുക്ക് എക്സ് എന്ന് വിളിക്കുക അതിനെ. അപ്പോൾ നമുക്ക് -14 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അത് എക്സ് കണ്ടെത്തണം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ -x നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ അത് +x ആവും. അപ്പോൾ ഇപ്പുറത്ത് ആൾറെഡി -5 നിൽപ്പുണ്ട്. അപ്പോൾ അപ്പുറത്ത് -14 ആണുള്ളത്. ഈ -x ഈക്വൽ സൈൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +x ആവും. എന്നിട്ട് ഈ -14 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ -5 -14 ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരപ്പം +14 എന്ന് കിട്ടും. അപ്പോൾ അപ്പുറത്ത് x മാത്രമാവും. അപ്പോൾ x ഈക്വൽ ടു ഈ സംഭവം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. -5 + 14, അതായത് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വ്യത്യസ്ത ചിഹ്നം വന്നാൽ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. 14 നിന്ന് 5 കുറയ്ക്കണം. എത്ര? 14 നിന്ന് 5 9 അല്ലേ? എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. വലുത് 14, അതിൻ്റെ ചിഹ്നം മൈനസ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ -9 ആണ്. ഓക്കെ, അപ്പോൾ വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. വലുത് പ്ലസ് അല്ലേ? 14 പ്ലസ് ആണ്. അപ്പോൾ +9. അപ്പോൾ എക്സിൻ്റെ വില +9 എന്ന് കിട്ടും കേട്ടോ. ഓപ്ഷനെ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. -5 നിന്ന് 9 കുറയ്ക്കപ്പോഴല്ലേ -5 -9 നമുക്ക് -14 കിട്ടുന്നത്. ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്താലും മതി, പെട്ടെന്ന് കിട്ടും. അപ്പോൾ -5 -5 നിന്ന് 9 കുറയ്ക്കപ്പോഴല്ലേ നമുക്ക് -14 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത്? അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 48ൻ്റെ 3/4 ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. 48ൻ്റെ 3/4. 4ഉം 48 കൂടെ കട്ട് ചെയ്യാം. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും? 12 അല്ലേ? 12 4 48. 12 × 3 36 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്പർ 36 ആണ്. ഇനി 60ൻ്റെ 5/4 ചെക്ക് ചെയ്യാം. 60ൻ്റെ 5/4. 4ഉം 60 കൂടെ 5ഉം 60 കൂടെ കട്ട് ചെയ്യാം. 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും? 12 അല്ലേ? 12 5 60. 12 4 48. അപ്പോൾ 48 കിട്ടി. ശരിയല്ലേ? ഇനി അടുത്തത് 48ൻ്റെ 4/3. അപ്പം 48നെ നമുക്ക് 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3ഉം 48 കൂടെ കട്ട് ചെയ്ത് 16. 16 4 64. അപ്പോൾ 48ൻ്റെ 4/3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 64. ഇനി 60ൻ്റെ 5/4. 60ൻ്റെ 5/4. 4 60 കൂടെ കട്ട് ചെയ്യുന്ന 15. 15 5 75. അപ്പോൾ ഈ സാധനം 75 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്ക്, ഇത്ര സാധനത്തിൽ വലുതേതാ? 75 അല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടി ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഡി 60ൻ്റെ 4/5 ആയിരിക്കും വലുത്. ക്ലിയർ ആണേ? അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പെൻസിലിൻ്റെ വില 4.54. അതേപോലെക്കുള്ള 30 പെൻസിലിൻ്റെ വില. ഒരു പെൻസിലിൻ്റെ വില 4 രൂപ 54 പൈസയാണെങ്കിൽ 30 പെൻസിലിൻ്റെ വില എന്തായിരിക്കും? 30 × 4 രൂപ 54 അല്ലേ? അല്ല, 4.54 രൂപയല്ലേ? ഓക്കെ, അപ്പോൾ 454. 454നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 3 12 1 5 15 1 16 1 4 3 12 1 13. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1362. 454നെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, പക്ഷേ 30 കൊണ്ടാണ് മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ ഒരു 0 കൂടെ വരും. എന്നിട്ട് ഡെസിമലിന് ശേഷം ആൾറെഡി 2 സ്ഥാനം കിടപ്പുണ്ട്. അപ്പോൾ 2 സ്ഥാനം ഇടത്ത് മാറ്റി പോയിന്റ് ചെയ്യണം, വലത്തുനിന്ന് ഇടത്തോട്ട്. അപ്പോൾ 136 രൂപ 20 പൈസ എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റീഡ് എന്നാൽ ദാണ്ട് ഇങ്ങനെ കിടക്കുന്നത്. റീഡ്, അതായത് ഇത് R-ൻ്റെ കോഡ്, ഇത് E, ഇത് A, ഇത് D. റീഡിൻ്റെ കോഡ് ഓരോ സാധനങ്ങൾ. പെയ്ഡിൻ്റെ കോഡ് ഇത് P, ഇത് A, ഇത് I, ഇത് D. അങ്ങനെയാണേ RIP, റൈപ്പിൻ്റെ കോഡ് എത്ര എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് RIP അതിൻ്റെ കോഡാ RIPE അതിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കോഡ് കണ്ടെത്താൻ അതിനകത്തുള്ള എല്ലാ ലെറ്ററും ഇവിടെയൊക്കെ കിടപ്പുണ്ട്, പല സ്ഥലത്തും കിടപ്പുണ്ട്. അത് നോക്കി എഴുതിയാൽ പോരെ. അപ്പോൾ 6 നിങ്ങളൊന്ന് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇവിടെ കിടപ്പുണ്ട് #. I നിങ്ങൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇവിടെ കിടപ്പുണ്ട് 5.
അപ്പോൾ #5 തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അപ്പോൾ അതങ്ങ് കറുപ്പിച്ചേക്കാം. ബാക്കിയും കൂടെ ഒന്ന് എഴുതിയാലോ. പി ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട്, ഈ ഇതാ കിടക്കുന്നത് 4. ശരിയാണോ നോക്ക്, ആണ്. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓറിയൽ റൂം, അങ്ങനെ തന്നെ ടെൻഡം എന്താണെന്നാണ് ചോദിച്ചത്. ടെൻഡൻ. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഉത്തരം. ഇതിൻ്റെ കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്തേ കേട്ടോ. മസിൽസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അരുണിൻ്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നോർമലി നമുക്കറിയാം, വളരെ സിമ്പിളാണ്. ഇത് മുകൾ ഭാഗം നോർത്തും, ഇത് സൗത്തും, ഇത് വെസ്റ്റും, ഇത് ഈസ്റ്റുമാണ്. ശരിയല്ലേ, ഇങ്ങനല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഒരു ക്ലോക്ക്, ഇത് 12, ഇത് 6, ഇത് 9, ഇത് 3, ഇത് 10, ഇത് 11, ഇത് 1, 2, 4, 5, 7, 8, 6 മണി. ഇങ്ങനെ. അപ്പോൾ എന്തോ അവർ പറഞ്ഞേക്കുന്ന 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ മണിക്കൂർ സൂചി വടക്കാക്കി. ഇപ്പോൾ ഇവിടെ വടക്ക് നമ്മൾ തിരിക്കുകയോ ഒന്ന് ഇത് തിരിച്ചു വെക്കുക, ഈ ക്ലോക്ക് എടുത്ത് തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ എഴുതിയാൽ മതി, ഒന്നും പേടിക്കണ്ട. എന്നെ നിങ്ങൾ ഇവിടെ ഇട്ട് എഴുതുക. മണിക്കൂർ സൂചി നോർത്തിലോട്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നോർത്ത് ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നോർത്ത് ഇവിടെ ഇരുന്നാണെങ്കിൽ നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല ക്ലോക്ക് വൈസ് നോക്ക്. നോർത്ത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ ഈസ്റ്റാണ്. അപ്പോൾ ആണ്ട് ഈ ഭാഗത്ത് ഈസ്റ്റ് വരും. ഈസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ആൾ എസ്സാണ്, ഇവിടെ എസ് വരും. എസ് കഴിഞ്ഞിട്ട് ഇവിടെ വെസ്റ്റാണ്, ഇവിടെ വെസ്റ്റും വരും. ഇതാ സത്യം. അതായത് മണിക്കൂർ സൂചി നോർത്തിലോട്ട് വെച്ചെന്നാ. അപ്പോൾ 6 മണിയാകുമ്പോൾ ഇങ്ങനെ ക്ലോക്ക് ഇരിക്കുന്നത്. അപ്പോൾ ആ മണിക്കൂർ സൂചിയുടെ നേരെ നിങ്ങൾ നോർത്ത് എഴുതിയാൽ മതി. പിന്നീട് ഇതേ ഡയറക്ഷനിൽ നിങ്ങളങ്ങ് എഴുതിയാൽ മതി. NESW എഴുതി. ഇനി നമ്മുടെ ചോദ്യം 9:15 PM ആകുമ്പം ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ. 9:15 ആകുമ്പം മണിക്കൂർ സൂചി 9 കഴിഞ്ഞിട്ടുണ്ടാവും. മിനിറ്റ് സൂചി 3ൻ്റെ നേരെ നിൽക്കും. 3ൻ്റെ നേരെ, ശരിയല്ലേ? നമ്മുടെ ചോദ്യം മിനിറ്റ് സൂചിയുടെ 9:15 ആകുമ്പം മിനിറ്റ് സൂചിയുടെ ദിശയാണ്. മിനിറ്റ് സൂചിയുടെ ദിശ ഏതാ നിങ്ങൾ പറ? വെസ്റ്റ് അല്ലേ, പടിഞ്ഞാറ്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഉത്തരം, ഓപ്ഷനെ പടിഞ്ഞാറ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ബോട്ട്മാസിൻ്റെ സംഭവം. നമ്മുടെ സംഭവം ഇതാണ്. 100. ആദ്യം സൈനെല്ലാം മാറ്റണം, നമുക്ക് മാറ്റാം. 100+. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്ലസ് എന്നാൽ ഡിവിഷൻ. അപ്പോൾ ഡിവിഷൻ എഴുതാം. പിന്നെ ഉള്ളത് 10. പിന്നെ ഒരു മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ മൈനസിൻ്റെ അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇടാം. പിന്നെ കണ്ടത് 20. അപ്പോൾ ആ 20 എഴുതാം. പിന്നെ കണ്ടത് ഇൻറ്റു എന്നാൽ പ്ലസ്. അപ്പോൾ ആ ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് പ്ലസ് ഇടാം, 2. ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഓർഡർ കിടക്കുക, ബോട്ട്മാസിൻ്റെ അതേ ഓർഡറാണ്. ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ പ്ലസ്. ഒരു റിസ്ക്കും ഇല്ല. 100/10. ആദ്യം ഡിവിഷൻ ചെയ്യാം. 100/10 എത്ര? 10. പിന്നെ ഒരു ഇൻറ്റു 20 ഉണ്ട്, പ്ലസ് 2 ഉണ്ട്. 10 × 20 എത്ര? 200. 200 + 2 202. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി 202. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. ഇതിപ്പം നമ്മൾ ആൾറെഡി ഇതിനെ ഒറ്റയാനെന്ന് പറയുന്നത് 343 ഒരു ക്യൂബാണ് കേട്ടോ, 7ൻ്റെ ക്യൂബ്. ഇതേ ഉള്ളു ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതേ ഉള്ളു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 343 ഒറ്റയാണെന്ന് പറയാം. ഇത് 3ഉം ക്യൂബ് നമ്പർ അല്ല, ഇതൊരു ക്യൂബ് നമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഓക്കെ, പക്ഷേ ഒറ്റയാനെന്ന് പറയുമ്പോൾ എപ്പോഴും കണ്ടീഷൻ 3 എണ്ണത്തിനൊരു സ്വഭാവം ഉണ്ടെന്ന് പറയണം, മറ്റേയാൾക്ക് ഇല്ലെന്ന് പറയണം. അപ്പോൾ ഒറ്റയാൻ നമുക്ക് പറയാം. പിന്നെ 343 ഒരു ക്യൂബാണ്. അപ്പോൾ അതിനെ പിടിച്ച് നമുക്ക് അങ്ങ് എഴുതാം കേട്ടോ. ഇതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും കേട്ടോ, 341. ഇത് 2 തരത്തിൽ പ്രൈം നമ്പരാന്ന് തോന്നുന്നു, ഇത് 2. അപ്പോൾ വേറെ പ്രത്യേകതകളൊന്നും കാണുന്നില്ല. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 എണ്ണം ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഓപ്ഷനെ കറുപ്പിക്കുകയാണേ. 7ൻ്റെ ക്യൂബാണ് 343 എന്നുള്ളതിൻ്റെ കാരണത്താൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? ഈ തുടർച്ചയായിട്ട് കൂടിപ്പോവുക. 5, 10, 15, 20, 25 തുടർച്ചയായിട്ട് കൂടിപ്പോകുന്ന സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കിരിക്കുന്ന ആളായിരിക്കും കേട്ടോ. അതായത് AP യുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും നടുക്കിരിക്കുന്ന ആളാണ്. ഇതൊരു AP ആണല്ലോ, 5 വെച്ച് കൂടിപ്പോകുന്ന ആൾ.
അപ്പോൾ നടുക്കിരിക്കുന്ന ആളായിരിക്കും 15. അപ്പോൾ ഇത്രയും 5 നടുക്കിരിക്കുന്ന ആൾ 15 അല്ലേ ആണ്. അല്ലെ നിങ്ങൾ ഇതിൻ്റെ ശരാശരി കണ്ടെത്താൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1 2 3 4 5 5 കൊണ്ട് ഹരിച്ചാലും മതി. ഓക്കെ, അപ്പോൾ 15 തുടർച്ചയായിട്ട് കൂടി പോകണം. എ പി ആയിരിക്കണം. എ പി ആണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട, ആ നടുക്കിരിക്കുന്ന ആൾ ശരാശരി ആയിരിക്കും. ഓക്കെ, അല്ല വേറൊരു സംഭവമുണ്ട്. ആദ്യ സംഖ്യ അവസാന സംഖ്യയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താലും ശരാശരിയാണ്. 5 25 കൂടെ കൂട്ടുന്ന പകുതി എടുക്കുന്നത് 25 5 30 30/2 എത്ര 15. അങ്ങനെ നിങ്ങൾക്ക് ശരാശരിയിലെത്താം. എങ്കിൽ ഈ അടുത്ത ക്വസ്റ്റ്യൻ 2n+5 ദാറ്റ് ഈസ് ഇക്വൽ ടു 1024 ആയാൽ എക്സിൻ്റെ വില. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ ഉദ്ദേശിച്ച ഈ n ആയിരിക്കാം. എന്നിൻ്റെ വിലയാണ് ചോദ്യം, അറിയാതെ എക്സ് ആയിപ്പോയി. അല്ലെങ്കിൽ ഈ എന്നിൻ്റെ സ്ഥാനത്ത് എക്സ് ആയിരുന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലും നമുക്ക് കണ്ടെത്താം. തൽക്കാലം നമുക്ക് ഈ എക്സ് വെട്ടി n ആക്കിയിട്ട് തുടരാം. ഇപ്പോൾ 2n+5 ദാറ്റ് ഈസ് ഇക്വൽ ടു 1024 ആയാൽ 2n+5 ദാറ്റ് ഈസ് ഇക്വൽ ടു 1024 ആയാൽ എന്നിൻ്റെ വില. നിങ്ങൾ ചുമ്മാ ഒരു കാര്യം പഠിച്ചു വെച്ചേക്ക് കേട്ടോ, പലപ്പോഴും നമുക്ക് ഉപകാരപ്രദമാണ്. 210 എന്ന് പറഞ്ഞാൽ 1024. എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. 210 1024. 210 1024. ഓക്കെ, 210 1024 അല്ലെങ്കിൽ 1024 ഇങ്ങനെ 2 വെച്ച് ഫാക്ടറൈസേഷൻ ചെയ്ത് വരപ്പം 10 ടൈംസ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ 210 1024 ഒന്ന് പഠിച്ചു വെച്ചേക്ക്, പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 2n+5 ദാറ്റ് ഈസ് ഇക്വൽ ടു 1024. അപ്പോൾ 2n+5 ദാറ്റ് ഈസ് ഇക്വൽ ടു ഈ 1024 പകരം ഞാൻ 210 എന്ന് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, 2ൻ്റെ പവറിന് ഈക്വലാണ് അടുത്ത 2ൻ്റെ പവർ. അങ്ങനെയാണ് ഈ പവർ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ n+5 ദാറ്റ് ഈസ് ഇക്വൽ ടു 10. അപ്പോൾ എന്നിൻ്റെ വില എത്ര ആയിരിക്കും? 10 - 5 5 ആയിരിക്കും. അപ്പോൾ എന്നിൻ്റെ വില 5. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് 1024 210 അല്ലെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 512 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 256 ശരിയല്ലേ? വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 128 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 64 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 32 വീണ്ടും 2 കൊണ്ട് 16 വീണ്ടും 2 കൊണ്ട് 8 വീണ്ടും 2 കൊണ്ട് 4 പിന്നെ 2 കൊണ്ട് 2. അപ്പോൾ 2 എത്ര തവണ? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 2 ആയിരിക്കും 1024. ചുമ്മാ പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റിനേ ഉള്ളായിരുന്നു. വളരെ സിമ്പിളാണ്. 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.